ഹായ് ഹലോ എവരി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ഓൺ എലീറ്റ് വ്യൂ തിയറി ബേസ്ഡ് ആണ്, ഫോർ ലേണിംഗ് പർപ്പസ് ഓൺലി. ഓക്കെ, ലേൺ ചെയ്താണ് നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് അടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ഇന്ന് എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാനില്ല. മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. യെസ്, ഒത്തിരി സൈഡ് വേസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ഓക്കെ, ഇതൊക്കെ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി പറയാനുള്ളത് നമുക്ക് മെയിൻ സ്ട്രക്ചറിലേക്ക് വരിക. മെയിൻ സ്ട്രക്ചർ മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്. നാളെ ഒരു മറ്റന്നാളെ 2 ഡേയ്സ് ഇത്തിരി വോളറ്റൈൽ ആവാൻ ചാൻസസ് ഉണ്ട്. റീസൺ ഇവിടെ സൈഡ് വേസ് ആക്കിയല്ലോ. ഫ്രൈഡേ ഗാൻ ഡേറ്റും ആണ്, പിന്നെ ന്യൂസും എന്തോ വരുന്നുണ്ട്. സോ ആ ബേസിൽ വോളറ്റിലിറ്റി നാളെ ആൻഡ് മറ്റന്നാളെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നാളെ സെക്കൻഡ് ഹാഫാണ്, ഫസ്റ്റ് ഹാഫ് എനിക്കറിയില്ല. എപ്പോഴും വേണമെങ്കിൽ ഉണ്ടാവാം. നാളെയും ചാൻസസ് മറ്റന്നാൾ. നാളെ വോളറ്റിലിറ്റി കൂടുതലാണെങ്കിൽ മറ്റന്നാൾ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കുള്ളൂ. സോ ശ്രദ്ധിക്കുക, നോക്കിയിട്ട് വേണം ഇനി ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ നിന്ന് സ്ട്രക്ചർ, ഈ വരുന്ന സ്ട്രക്ചർ നമ്മൾ എന്താ പറഞ്ഞിരിക്കുക, എ ബി സിയുടെ സിയിലാണ്. സിയിൽ 5 മൂവ്സ് ആണ് കാണുന്നത്. 5 മൂവ്സ് ഓൺ 5th മൂവ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഒന്നുകൂടി വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ സ്പീഡപ്പ് ആക്കി പറയാം. കൂടുതൽ എക്സ്പ്രഷൻ തരുന്ന ലൈക്ക് കുറവാണ്, ഷെയറും കുറവാണ്, കമൻസും കുറവാണ്. സോ അതുകൊണ്ട് കൂടുതൽ ഐ തിങ്ക് വീഡിയോ ലോക്ക് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കുറവായിരിക്കും. 1 2 ഇത് 3. ഓക്കെ, ഇത് 3, ഇത് 4th ആൻഡ് 5th ഓൺ ഗോയിങ് ആണ്. 5th ഫെയിലിയർ ഉണ്ടാകും. അത് ഈ ലെവലാണ് 81 പോയിൻറ്റ്. ഇത് അതാണ് 5th ഫെയിലിയറുടെ ലെവൽ. അത് ഞാൻ ഷെയർ ചെയ്യാം, നോ വറി. ഓക്കെ, സോ ഫസ്റ്റ് ഇപ്പോൾ ഈ എക്സ്പ്ലനേഷൻ ഞാൻ തരട്ടെ എന്താണെന്ന്. ഇത് 2 ബൗൺസ് ആൻഡ് 4th ബൗൺസ് ഓൾമോസ്റ്റ് ഇല്ല. പഴയ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞായിരുന്നു, ഈ ബൗൺസ് വരുമ്പോഴത്തേക്ക് റിജക്ഷൻ വരും. ഈ ട്രെൻഡ് ലൈൻ്റെ അവിടുന്ന് റിജക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ഇപ്പോൾ അല്ല, ലാസ്റ്റ് വീക്കാണ് ഈ ട്രെൻഡ് ലൈൻ ചെയ്യരുത്. ഈ ബ്ലാക്ക് കളറിൻ്റെ ഷെയർ ചെയ്തായിരുന്നു. ആൻഡ് അതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ ബുള്ളിഷ് ഉള്ളൂ. അല്ലെങ്കിൽ വീണ്ടും എന്തായിരിക്കും, അത് 4th ആകും. ആൻഡ് ദെൻ പ്രൈസ് 5th എൻറ്റേർഡ് ചെയ്യും. റൈറ്റ്. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സെക്കൻഡ് ബൗൺസ് എത്രയാണ്, 300 പോയിൻറ്റ്സ്. ഇത് എത്രയാണ്, ഓൾമോസ്റ്റ് സിമിലർ ആവണം. അപ്പോഴേ നമ്മുടെ ഇത് ക്ലിയർ ആവുള്ളൂ. ഇത് കണ്ട, ഇത് ഇച്ചിരി കൂടുതലാണ്, ബട്ട് ഓവർലാപ്പിംഗ് ഒരു റൂൾ കൂടി പറഞ്ഞിട്ടുണ്ട്. കണ്ട, അത് 360 പോയിൻറ്റ് സംതിങ് എന്താണ്. സോ മനസ്സിലായി. അതാണ് ഇതാണ് 4th. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും, സർ ഇതെന്താ 4th ബൗൺസ്, ഈ ബൗൺസ് എന്താ 4th ഇല്ലാത്ത. സിമിലർ ഇല്ല, ഓൾമോസ്റ്റ് സിമിലർ ഉണ്ട്. ഇപ്പം നമ്മുടെ ബൗൺസ് ഇതാണല്ലോ, 200 പോയിൻറ്റ്സിൻ്റെ ബൗൺസ് ഇതാണല്ലോ. സോ ഇത് ഓൾമോസ്റ്റ് 200. ഇത് കണ്ട, ഇത് എത്ര ബൗൺസ് ബൗൺസ്, ചില്ലർ പോയിൻറ്റ്സ്, ജസ്റ്റ് ഒരു ഇത്രയേ ഉള്ളൂ ബൗൺസ്. സോ അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സ്മോൾ ടൈം ഫ്രെയിമിൽ അങ്ങനെ തന്നെ കൗണ്ട് ചെയ്യണം. ഇത് കണ്ട, ഇത് 200 പോയിൻറ്റ്സ്, ഇത് 200 പോയിൻറ്റ്സ്. ഇത് എത്രയായിരുന്നു നമ്മുടെ ഇത് 367 പോയിൻറ്റ്സ്. സോ ഡിഫറൻസ് മനസ്സിലാക്കണം, പെർസെൻറ്റേജ് ഡിഫറൻസ് മനസ്സിലാക്കണം. സോ അതാണ് നമുക്കത് 4th കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 3rd പാർട്ട് തന്നെയാണ് അത് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് സ്റ്റാർട്ടിങ്ങിൽ പിടികിട്ടത്തില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിടികിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഈ രണ്ട് തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതാണ് പറയുന്നത്, എപ്പോഴും എലിറ്റ് വ്യൂ തിയറി പഠിക്കുക, റെഗുലർ ബേസിസിൽ ട്രാക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വരും മനസ്സിൽ, അത് കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ തപ്പണം, അപ്പോഴേ റിസൾട്ട് കിട്ടുള്ളൂ. റൈറ്റ്. ഇതാണിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ പ്രൈസ് ഇപ്പോൾ ഓൺ ഗോയിങ് 5th ഫോളാണ്. ഇനി വേറെ ഒന്നും നമുക്ക് പിടിക്കാനില്ല. 5th മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ 5th മാത്രം നോക്കിയാൽ 5th എപ്പോഴും ഫോൾ വരുമ്പോഴത്തേക്ക് റീട്രേസ്മെൻറ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. എപ്പോഴും 5th 5 മൂവ്സ് ഉണ്ടാകും. ഓക്കെ, 5 മൂവ്സ് ആണെങ്കിൽ ഇത് 1, പ്രൈസ് എവിടെ നിന്ന് ഫോളോ ചെയ്തു, ഇവിടുന്ന് 1, ഇത് 2, ഇത് 3 ആണ്. ദാറ്റ് മീൻസ് ഇത് 3 ആവാം. ഇപ്പോൾ എനിക്കും കൺഫർമേഷൻ ഇല്ല, ഞാൻ പറഞ്ഞേക്കാം. നമുക്ക് അതനുസരിച്ച് വേണം പ്ലേ ചെയ്യാൻ എപ്പോഴും. സോ മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കി. ഇത് കണ്ട, ഇത് 1 2, ഇത് 3 ആവാം. സോ 3 ഇവിടെ പിന്നെ 4th ബൗൺസ് ആൻഡ് ദെൻ 5th ഫോൾ, അങ്ങനെ ഉണ്ടാകാം. ഓർ നാളെ ഈ 760 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്തു നമ്മുടെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. 760 കൂടി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, സോ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് വരും. ഇവിടെ നിന്ന് ബൗൺസ് എടുത്തിട്ട് ആ ബൗൺസ് ശ്രദ്ധിക്കുക, ഈ ബൗൺസ് ആ ബൗൺസ് രണ്ട് സിമിലർ ആണോ ഇല്ലാതെ. ഈ ബൗൺസ്, ഈ സെക്കൻഡ് ബൗൺസ് ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, ഇത് ഞാൻ കാണിച്ചു തരാം. മേ ബി ഇത് കറക്ഷൻ ആവാം. ഇത് 1, ഇത് 2, അത് 3, ഇവിടെ 3 തീരുന്നുണ്ടോ, ഇവിടെ എവിടെ നോക്കാം 3 ആൻഡ് 4th ആൻഡ് 5th. ഓക്കെ, അങ്ങനെ ആവാൻ ചാൻസസ് ഉണ്ട്. അവിടെ താഴെയും പോകാനുള്ള ചാൻസസ് ഉണ്ട്. നോക്കിയിട്ട് ലൈവ് മാർക്കറ്റിലും എനിക്ക് അത് എക്സാക്ട്ലി പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ നോക്കിയിട്ടേ നമുക്കത് ക്ലിയർ ആവുള്ളൂ.
ദാറ്റ് മീൻസ് ഈ ബൗൺസ് വരുമ്പോഴത്തേക്ക് ഇത്ര തന്നെ ബൗൺസ് ഇവിടുന്ന് മുകളിലേക്ക് വരണം, ഈ ഇത്ര പോയിൻറ്റ്സിൻ്റെ ആ ബൗൺസ് വരുമ്പോൾ പിന്നെ തിരിച്ച് റീട്രേസ്മെൻറ്റ് എന്തായാലും തരും. റീട്രേസ്മെൻറ്റ് തരാതെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയില്ല. അത് മനസ്സിൽ എന്തായാലും എല്ലാവരും കൂടി ഓർത്ത് വെച്ചോളൂ. ഇപ്പോൾ എലീറ്റ് ഫ്യൂച്ചർ നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ റീട്രേസ്മെൻറ്റ് മസ്റ്റാണ്. റീട്രേസ്മെൻറ്റ് തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ നേരത്തെ ലോ കട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലാതെ. സപ്പോസ് ഇവിടുന്ന് ബൗൺസ് ചെയ്തു മാർക്കറ്റ്, ബൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര സിമിലറായി, പിന്നെ തിരിച്ച് റീട്രേസ്മെൻറ്റ് എന്തായാലും തരുമല്ലോ. അത് 5 മൂവ്സ് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഇല്ല മൂവ്സ്. എക്സ്റ്റൻഷനിൽ പോയാലും പിന്നെയും റീട്രേസ്മെൻറ്റ് ഉണ്ട്. സോ റീട്രേസ്മെൻറ്റ് എന്തായാലും ഉണ്ട് മാർക്കറ്റിൽ, മനസ്സിലാക്കുക. എലീറ്റ് ഫ്യൂച്ചർ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് മിസ്സാവത്തില്ല. ഓക്കെ, സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ നോക്കുന്നത്, ഇതിലേക്കല്ല. ഇതിൻ്റെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്മോൾ ടൈം ഫ്രെയിം നിങ്ങൾ അത് കൗണ്ട് ചെയ്യുക, സപ്പോർട്ട് എടുക്കുമ്പോൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുക, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, എനിവേ സോ ഇത്രേ ഉള്ളൂ. ഇനി ബുള്ളിഷ്നെസ്, ഓവറോൾ ബുള്ളിഷ്നെസ് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പ്രൈസ് മിസ്സാവുന്നു, ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകുന്നു, അങ്ങനെ ഫീൽ ചെയ്യുക, അങ്ങനെ ആണെങ്കിൽ സോ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് വരുള്ളൂ. ഏതാ ഈ ഒരു ചാനലിൻ്റെ ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ ഇനി ഓവറോൾ ബുള്ളിഷ്നെസ് വരുള്ളൂ. ഫിഫ്ത്ത് ഫെയിലിയറുടെ ഒരു ചാൻസ് ഞാൻ പറഞ്ഞായിരുന്നു, അത് 81.20% ആണ്. എന്താണ് റീസൺ? ഇത് ഇവിടെ നിന്ന് ഫിഫ്ത്തിൻ്റെ ഈ ലെഗ് മാത്രം ഇവിടെ നമ്മുടെ ഇങ്ങനെ ഫിബനാച്ചി വെക്കുക. 81.20% ആണ് വരുന്നത്. സോ 81.20% എപ്പോഴും ഫിഫ്ത്ത് ഫെയിലിയറുടെ ഒരു പോയിൻ്റാണ് 81.20. സോ ഫിഫ്ത്ത് ഫെയിലിയർ അവർക്ക് ചെയ്യാനാണെങ്കിൽ, ഫിഫ്ത്ത് ഫെയിലിയർ ആക്കാനാണെങ്കിൽ എന്തായിരിക്കും പ്രൈസ് ഇവിടെ നിന്ന് റിവേഴ്സ് ആകും. ഓക്കെ, ബട്ട് അപ്പോഴും എന്താ ശ്രദ്ധിക്കാനുള്ളത്, ആ സിറ്റുവേഷനിൽ എന്താ ശ്രദ്ധിക്കുന്നത്? ദാറ്റ് മീൻസ് ഈ ഒരു ബൗൺസ്, ഈ വന്ന 2യുടെ ബൗൺസ് ആൻഡ് ഇവിടെ നിന്ന് വരുന്ന ഒരു 4ത്തിൻ്റെ ബൗൺസ് സിമിലർ ഉണ്ടാവണം. ബട്ട് സിമിലർ കഴിഞ്ഞാൽ പിന്നെ റീട്രേസ്മെൻറ്റ് തരും. ആ റീട്രേസ്മെൻറ്റിലാണ് നമുക്ക് നോക്കേണ്ടത്. അല്ലാണ്ട് മാർക്കറ്റ് ഇവിടുന്ന് ഒറ്റടിക്ക് മാർക്കറ്റ് ഷൂട്ട് ചെയ്ത് മുകളിലേക്ക് പോകത്തില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ ഞാൻ എന്താ കാണുന്നത്, അതെനിക്ക് പറയാനുള്ളത് എന്താണ്, പ്രൈസ് ഇനി 81.20% ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, തിരിച്ച് മുകളിലേക്ക് ബൗൺസ് ചെയ്തിട്ട് പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ പ്രൈസ് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. നാളെ മോസ്റ്റ്ലി ചാൻസസ് ഫോർ ദ വീക്ക്നെസ് ഉണ്ടാകും. ഓവറോൾ ഫിഫ്ത്തിൻ്റെ ലാസ്റ്റ് ടാർഗറ്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ട 127%, 161.87%. ഇവിടെ ഇടയ്ക്ക് 100% കൂടി വരുന്നുണ്ട്. ഓക്കെ, 100%, 111%, 127%, 161%. ഈ റേഷ്യൂസിൽ വരുമ്പോഴത്തേക്ക് പ്രൈസിൻ്റെ ഇത് തീരാനുള്ള ചാൻസസ് ഉണ്ട്. റേഷ്യോസാണിത്. ഓക്കെ, തീരാനുള്ള ചാൻസസ് ഉണ്ട്. 161.80% അവോയ്ഡ് ചെയ്യുക. ഐ തിങ്ക് എൻ്റെ ഒരു ഇതിൽ വരുന്ന പോയിൻ്റാണ് നമ്മുടെ 111 to 127%. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഫിഫ്ത്ത് മൂവ്, ഇതിൻ്റെ ബൗൺസ് വന്നിട്ട് ഫിഫ്ത്തിൻ്റെ ഫോൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി ചാൻസസ് ഇവിടെ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് പ്രൈസ് പിന്നെ ബൗൺസ് തരാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് നാളെ തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ ചാൻസസ് കുറവാണ് ഇനി ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത്ര ലെവൽസ് മാത്രമേ തരുള്ളൂ. ലാസ്റ്റത്തെ 161.80% ആണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രൈസ് ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ മാറുക. ഓക്കെ, കൂടുതൽ ഇതിൻ്റെ ബിലോ പോകാൻ ചാൻസസ് കുറവാണ്. ഓക്കെ, സോ നാളെ ഫസ്റ്റ് എന്താ നോക്കാനുള്ളത്, ബൗൺസ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് വരുന്നത്. സോ തേർഡ് ഇവിടെ തീരട്ടെ, എക്സ്റ്റൻഷൻ്റെ 1, 2, 3 തേർഡ് എക്സ്റ്റൻഷനിലാണ് ഇത് തീരട്ടെ. പിന്നെ ഫോർത്തിൻ്റെ ബൗൺസ് വരും. ഫോർത്തിൻ്റെ ബൗൺസ് കഴിഞ്ഞിട്ട് പിന്നെ ഫിഫ്ത്തിൻ്റെ ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ആ ഫിഫ്ത്തിൻ്റെ ചാൻസസ് 760 എന്തായാലും ബ്രേക്ക് ചെയ്യും. 760 ബ്രേക്ക് ചെയ്താൽ പിന്നെ സ്ട്രക്ചർ വീക്ക്നെസ് ആണ്. ആ സമയത്ത് 100% ഡബിൾ ബോട്ടം ചാൻസസ് കുറവാട്ടോ. 111% ആൻഡ് 127%. ഈ രണ്ട് റേഷ്യോസാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഈ രണ്ട് റേഷ്യോസാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നാളെ. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് എൻഡിങ് നല്ല പാറ്റേൺ ഉണ്ടാക്കിയിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബൗൺസ് നമുക്ക് മുകളിലേക്ക് കിട്ടും. ABC കഴിഞ്ഞിട്ട് 5 മൂവ്സ് കംപ്ലീറ്റ് ആകും. 5 മൂവ്സിൽ ഇവിടെ എവിടെയെങ്കിലും കംപ്ലീറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. ഈ ഏരിയയിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ എൻഡിങ് നല്ല പാറ്റേൺ ഫോം ചെയ്താൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. ഓർ ലാസ്റ്റത്തെ ഇതാണ്. ഓക്കെ, ഇവിടുന്ന് റിവേഴ്സലെടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ബൗൺസ് മുകളിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഓവറോൾ നമുക്ക് എൻറ്റേർഡ് ചെയ്യുക ബുൾ സൈഡിലേക്ക്. പിന്നെ ഓക്കെ, നോക്കിയിട്ട് വേണം ചെയ്യാൻ. എത്ര ഉള്ളൂ ഇനി കൂടുതലൊന്നും പറയാൻ. നിഫ്റ്റി മിഡ് ക്യാപ്സ് ബാങ്ക് നിഫ്റ്റി പോകാം.
ബാങ്ക് നിഫ്റ്റി ഇത് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ മതി. ഇത് ഫുൾ സൈഡ് വേസ് ആണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു ഞാൻ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഫോർദർ ലെവൽസ് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ ഇങ്ങനെ. ഓക്കെ, 111, 127%, 161%, ഈ ലെവൽസൊക്കെ എല്ലാം മാർക്കിങ്ങിനെ തന്നെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് എനിക്ക് അതേ പറയാനുള്ളതാണ്. ഇതുവരെ മാർക്കറ്റിൽ ബുള്ളിഷ്നെസ് കാണുന്നില്ല. ഇൻട്രാഡേ പർപ്പസിൽ ശ്രദ്ധിച്ചോണം പ്ലേ ചെയ്യാൻ. റിവേഴ്സൽ കാണുന്നില്ല. വെറുതെ കണ്ണടച്ചിട്ട് ആരും റിവേഴ്സൽ എടുക്കരുത്. ആ ഫോളിൻ്റെ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫോൾ ഞാൻ തേർഡ് കാണുന്നുണ്ട്. ഇൻ കേസ് ബൗൺസ് വന്നാലും ഫോർത്തിൻ്റെ ആയിരിക്കും ആ ബൗൺസ്. ഫോർത്തിൻ്റെ ബൗൺസ് വന്നാൽ എന്തായാലും ഒരു റീട്രേസ്മെൻറ്റ് ഉറപ്പാണ്. ശ്രദ്ധിച്ചിട്ട് വേണം നോക്കാൻ. ഓക്കെ, 760 പേർക്ക് ചെയ്താൽ പിന്നെ എന്തായാലും വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് 111% ആൻഡ് 127% കാണുന്നുണ്ട് അപ്പോഴും ആ ഒരു സിറ്റുവേഷനിലും. ഓക്കെ, സെൻസെക്സും എനിക്കൊന്നും പറയാനില്ല. ഇതിനകത്ത് തന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെ സിറ്റുവേഷൻ അത് തന്നെ. ഓക്കെ, സോ 1 to തേർഡ് എക്സ്റ്റൻഷനിലാണ്. തേർഡ് എക്സ്റ്റൻഷൻ 760 ബ്രേക്ക് ചെയ്താൽ ബൗൺസ് ചിലപ്പോൾ ഒരു ഡൗൺ ടു ഡൗൺ ബൗൺസ് എത്ര വരും, ബൗൺസ് എനിക്കും ഒന്നും അങ്ങനെ എക്സാക്ട്ലി ഒന്നും പറയാൻ പറ്റില്ല. ബൗൺസ് എങ്ങനെ വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഇൻ കേസ് 7 ഈ ഒരു ഇതാണ് 84,370 ആണ് ഇതിൻ്റെ 81%. അത് 81 പോയിൻറ്റ്സ് കറക്റ്റ് നോക്കട്ടെ. അതുതന്നെ 730 അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് ലോ ആണെങ്കിൽ തേർഡിൻ്റെ ലോ ഇതാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് ബൗൺസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കാറുണ്ട്. നമ്മുടെ എപ്പോഴും പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇത് ഇവിടെ ലോ ആണോ എവിടെ ലോ ആ ലോ എവിടെ വയ്ക്കാം. 50% വരെ മാക്സിമം ഈ ബൗൺസ് പോകാറുള്ളൂ. തേർഡ് ഇതിനകത്ത് എക്സ്റ്റൻഷനിലും കാണുന്നുണ്ട്. എക്സ്റ്റൻഷനിൽ കാണുന്നത് 38.20% ഓർ രണ്ടിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് തിരിച്ച് ഫോൾ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, റൂൾസ് എലിറ്റ് വേവിൻ്റെ ഓൾറെഡി ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസ് കാണുന്നു, ലേണിംഗ് വീഡിയോസ് കാണുന്നു. മാർക്കറ്റിൽ ഈ സ്ട്രക്ചർ വർക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇൻ കേസ് ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 50% അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം. എന്നിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രൈസ് ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറാൻ പോവുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ. ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ പോയാലും തിരിച്ച് തന്നെ വരും. റീട്രേസ്മെൻറ്റ് തരാതെ പോവില്ല. മാർക്കറ്റ് പോവില്ല. ഏത് സ്ട്രക്ചർ നോക്കിക്കോ, ഇവിടെ റീട്രേസ്മെൻറ്റ് തരാതെ മാർക്കറ്റ് പോവുകയില്ല. അത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, പിന്നെ ആ ഒരു സിനറിയിൽ ഈ ഒരു ബൗൺസ് ആ ഒരു ഇതിൻ്റെ സെക്കൻഡ് ബൗൺസ് ഉണ്ടോ, ഓൾമോസ്റ്റ് ഇത്ര ബൗൺസ് തന്നെ ഫോർത്തിലുണ്ടാവും. ഇത് എത്ര 400 പോയിൻറ്റ്സിൻ്റെ ബൗൺസാണ്. സോ ഓൾമോസ്റ്റ് ആ ബൗൺസ് ഇത്ര തന്നെ ബൗൺസ് ഇവിടെയും ഉണ്ടാവും. ഓക്കെ, ഇതിലാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ അതിനകത്ത്. സോ ഇതൊക്കെ എല്ലാം ഒക്കെ സിങ്കാവും. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊക്കെ എല്ലാം സിങ്ക് ആവാറുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. വീഡിയോ ലോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ബീരിഷ് തന്നെയാണ്. ABC ഇത് ഞാൻ റീഡ് ചെയ്യണത് ABC ആൻഡ് ബിയുടെ. ABC കഴിഞ്ഞാൽ ഓവറോൾ AI, ബിയുടെ ബൗൺസ് ഓൺ ഗോയിങ്, ബിയുടെ ഫോളാണ് ഓൺ ഗോയിങ്. സോറി, യെസ്. ഇനി 81.20% ആണ് ഇതിൻ്റെ സപ്പോർട്ട്. ബി ആവുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ്. ബി 81.20% മാത്രമേ നിൽക്കാറില്ല. ബി ക്യാൻ ഗോ 100%, 111%, 127% പോകാറില്ല ബി. അത് ഇപ്പോൾ ചിലപ്പോൾ ഈസി പിടി കിട്ടിയില്ല. ബട്ട് ഈ മനസ്സിലാക്കാനാണെങ്കിൽ ഇങ്ങനെ ഈ ഫോൾ എത്ര മൂവ്സിലാണ്. ഇത് A, ഇത് B, C ഓൺ ഗോയിങ് ആണ്. സിയിൽ 5 ഇൻറ്റേർണൽ മൂവ്സാണ് പറയുന്നത്. സിയിൽ 5 മൂവ്സ് മിനിമം ഉണ്ടാകും, 5 to 7 മൂവ്സ് ഉണ്ടാകും. ബി ആണെങ്കിൽ അങ്ങനെയൊക്കെ മൂവ് തരാറുണ്ട്. ഞാൻ അടുത്ത് തന്നെ ഫുൾ വീഡിയോ ഉണ്ടാക്കി ഞാൻ ഷെയർ ചെയ്തേക്കാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോളും. ഓർ ഈ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോപ്പി എടുക്കുക, ക്ലൂൺ എടുക്കുക, ആൻഡ് താഴെ ഇങ്ങനെ വെച്ച് കണ്ട. ഇപ്പോൾ ബ്രേക്ക് ഡൗൺ തരാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ സ്റ്റക്കാണ് പറയും. ബ്രേക്ക് ഡൗൺ തന്നിട്ട് തിരിച്ച് മുകളിലേക്ക് ഈ ചാനലിൻ്റെ അകത്ത് കയറുവാണെങ്കിൽ സൈൻ ഓഫ് ബുള്ളിഷ്നെസ്. സ്പീഡിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് താഴെ പോയി. പ്രാവശ്യം സപ്പോസ് താഴേക്ക് പോന്നു, തിരിച്ച് മുകളിലേക്ക് കയറി, ചാനലിൻ്റെ അകത്ത് തീർച്ചയായി താഴെ നിന്ന് മുകളിലേക്ക് തീർച്ചയായി അകത്തോട്ട് കയറി, സൈൻ ഓഫ് ബുള്ളിഷ്നെസ്. ആ സ്പീഡ് തന്നെ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ഔട്ടായ ബുള്ളിഷ്നെസ്. ഇത്രയൊക്കെ ആരും പറഞ്ഞു തരത്തില്ല. ഇതൊക്കെ എല്ലാം അപ്കമിങ് ടൈമിലൊക്കെ ക്ലിയർ ചെയ്യുക. ചാനൽ എന്താണ് ഇതൊക്കെ ക്ലിയർ ചെയ്യുക. എക്സ്പ്ലനേഷൻ ഫുള്ളുണ്ടാകും. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.